യഹോവ പിന്നെയും മോശയോടും അഹറോനോടും അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിന്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങേണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങേണം. യഹൂദാ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങേണം. യഹൂദയുടെ മക്കൾക്ക് അമ്മീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 74,600 പേർ. അവന്റെ അരികെ ഇസാഖാർ ഗോത്രം പാളയമിറങ്ങേണം. ഇസാഖാറിന്റെ മക്കൾക്ക് സൂവാറിന്റെ മകൻ നഥനയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബൂലൂൻ ഗോത്രം, സെബൂലൂന്റെ മക്കൾക്ക് ഹേലോന്റെ മകൻ എലിയാബ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 57,400 പേർ. യഹൂദാ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടേണം. രൂബേൻ പാളയത്തിന്റെ കൊടികീഴുള്ളവർ ഗണം ഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങേണം. രൂബേന്റെ മക്കൾക്ക് ശെദേയൂരിന്റെ മകൻ എലീസൂർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 46,500 പേർ. അവന്റെ അരികെ ശിമയോൻ ഗോത്രം പാളയമിറങ്ങേണം. ശിമയോന്റെ മക്കൾക്ക് സൂരീശദായിയുടെ മകൻ സെലൂമിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം, ഗാദിന്റെ മക്കൾക്ക് രയൂവേലിന്റെ മകൻ എലിയാസാഫ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,51,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടേണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടേണം. എഫ്രയീം പാളത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങേണം. എഫ്രയീമിന്റെ മക്കൾക്ക് അമ്മീഹൂദിന്റെ മകൻ എലീശാമ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 40,500 പേർ. അവന്റെ അരികെ മനശ്ശെ ഗോത്രം പാളയമിറങ്ങേണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗമലിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 32,200 പേർ. പിന്നെ ബെന്യാമിൻ ഗോത്രം പാളയമിറങ്ങേണം. ബെന്യാമിന്റെ മക്കൾക്ക് ഗിദെയോനിയുടെ മകൻ അബീദാൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 35,400 പേർ. എഫ്രയീം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,08,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടേണം. ദാൻ പാളയത്തിന്റെ കൊടുക്കീഴുള്ളവർ ഗണം ഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങേണം. ദാന്റെ മക്കൾക്ക് അമ്മീഷദായിയുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 62,700 പേർ. അവന്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങേണം. ആശേരിന്റെ മക്കൾക്ക് ഒക്രാന്റെ മകൻ പഗീയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങേണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടേണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.